അദ്ദേഹം തന്റെ സംസാരത്തിൽ അതിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ. മുഹ്യിദ്ദീൻ ഷേഖിന് സ്വന്തമായ ഒരു കഴിവുമില്ല, ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല, മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വന്തമായി ഒരു കഴിവുമില്ല. അല്ലാഹു തആലക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്നവനാണ്, അത് പറയുന്നവനാണ്, അത് പ്രചരിപ്പിക്കുന്നവനാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാ കഴിവുമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ബദരീങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ പോലെ തന്നെ ബദരീങ്ങൾക്കും സ്വന്തമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുശ്രിക്കാകൂ എന്നാണല്ലോ ഇത് കേട്ടാൽ തോന്നുക. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞിരുന്ന അതേ കാര്യമാണിത്. അവർ ബദരീങ്ങൾ എന്ന് പറയുന്നതിന് പകരം ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, ഇസ്മായിൽ നബി എന്ന് പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, അതുപോലെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും കുറിച്ച് ഈ കാര്യം പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ നബിമാർ തൗഹീദുമായി വന്നപ്പോൾ അവരെ എതിരിട്ട മുശ്രിക്കുകൾ അവരുടെ വാദം ഇത് തന്നെയായിരുന്നു. അവരാരും പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ പോലെ സ്വന്തം കഴിവുള്ള മറ്റാളുകളുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ല. അതിനെന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ് തെളിവ്. അനേകം തെളിവുകൾ എനിക്ക് പറയാൻ സാധിക്കും, പക്ഷെ അതിൽ ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ അതിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ, പറയുക നബിയെ, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ആരാണ് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ആരാണ് ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരുന്നത്? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന്, ഉദാഹരണത്തിന് കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴി പുറത്തേക്ക് വരുന്നു. അതുപോലെ ജീവനുള്ള മനുഷ്യൻ അവൻ മയ്യിത്തായി ജീവനില്ലാത്ത വസ്തുവായി മാറുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ആരാണ് മരിപ്പിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും. ആര് പറയും? മക്കയിലെ മുശ്രിക്കുകൾ പറയും, മുസ്ലിങ്ങൾ പറയുമെന്നല്ല. ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും അല്ലാഹ് അല്ലാഹുവാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബദരീങ്ങൾക്ക് സ്വന്തം ഒരു കഴിവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാത്തയല്ല ചെയ്യുന്നത്, ഉസ്സയല്ല ചെയ്യുന്നത്, മനാത്തയല്ല ചെയ്യുന്നത്, ഇബ്രാഹിം നബി അല്ല ചെയ്യുന്നത്, ഇസ്മായിൽ നബി അല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചുകൂടാ? എങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് അറിയുമെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ലാത്തയെ ആരാധിക്കുന്നത്? എന്തിനാണ് ലാത്തയോട് സഹായം തേടുന്നത്? അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ബദരീങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനോട് തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടിക്കൂടാ? അള്ളാഹുവിനോട് സഹായം തേടരുത് എന്ന്, ചോദിക്കരുത് എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ചോദിക്കണമെന്നുണ്ട് താൻ എത്രയോ സ്ഥലങ്ങളിൽ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹു പറഞ്ഞ വാക്കാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും റബ്ബാരാണ്. ബദരീങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും റബ്ബാരാണ്, അള്ളാഹുവാണ്. ആ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കാൻ, യാ ഗുലാം, മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് ഇതാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചുകൂടാ? ഇദ്ദേഹം പറയുന്നത് ബദരീങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഖുർആൻ മാത്രമല്ല, ഹദീസുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ അവർ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, അവർ ഉംറ ചെയ്യാൻ വന്നാൽ ഹജ്ജിന്റെ വേളയിൽ അവർ പറയുമായിരുന്നു. ആര് പറയുമായിരുന്നു? ആരാണ് ഈ പറയുന്നത്? മുശ്രിക്കുകൾ. കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു. എന്താണ് അവർ പറയാറുണ്ടായിരുന്നത്? ലബ്ബൈക ലാ ശരീക ലക്, അള്ളാഹുവെ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. നോക്കൂ, നിനക്കൊരു പങ്കുകാരനുമില്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലക്കും ഖദ്
അത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അവിടെ നിങ്ങൾ അവസാനിപ്പിക്കൂ, പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു. അല്ലെ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയല് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളാഹ് വേറൊരു അള്ളാഹു ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റസൂൽ എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങൾ ആ പറഞ്ഞത് പറഞ്ഞോളൂ, ഇനി അതിന്റെ അപ്പുറത്തുള്ള പറയില്ലേ എന്ന് പറയാൻ കാരണം എന്താ? ഈ അള്ളാഹ് വേറെ അള്ളാഹ് അല്ലേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത്? നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ അവിടുന്ന് അങ്ങനെ പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ പറഞ്ഞോളൂ, ഇതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ. ഇനി നിങ്ങൾ പറയുന്നത്, ഇനി നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയത് അത് നിങ്ങൾ പറയല്ലേ. പിന്നെ അർത്ഥം എന്താ? ഇത്രയും പറഞ്ഞ് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞ വിശദീകരണം നവവി പറഞ്ഞിട്ടുണ്ട്, ഖാദി ഇയാദ് പറഞ്ഞിട്ടുണ്ട്, മുല്ല അലി അൽ ഖാരി പറഞ്ഞിട്ടുണ്ട്, അത്തൈബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശർഹ് മുസ്ലിമിൽ കാണാം, അതുപോലെ തന്നെ മർഖാത്തുൽ മഫാത്തിഹിൽ കാണാം. ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഏതാണ്ട് ഒരേ വാക്ക് അവരെല്ലാം പറഞ്ഞതായി കാണാം. അവരെല്ലാം പറഞ്ഞു വമഅനാഹു കഫാകും ഹാദൽ കലാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്ന് നിനക്ക് പങ്കുകാരില്ല. കഫാകും ഹാദൽ കലാം, ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതിനപ്പുറത്തുള്ള പറയരുത്. ഫഖ്തസിറു അലൈഹി, നിങ്ങൾ അത് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുക. നോക്കൂ, നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി പറയുന്നത് എന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് വേറെ അള്ളാഹുൽ വിശ്വാസം ഉണ്ടെന്നാണ്. വേറൊരു അള്ളാഹുലാണ് അവർ വിശ്വസിച്ചിരുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറയാ നിങ്ങൾ ഇത് പറഞ്ഞോ എന്ന് പറയാ? എങ്ങനെ? അവർ വിശ്വസിച്ചിരുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ്. പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അള്ളാഹുൽ വിശ്വസിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളുണ്ട്. അവർ വേറെ അള്ളാഹുവിനെ കുറിച്ചല്ല ഇത് പറഞ്ഞത്. അവർ പറഞ്ഞ അള്ളാഹു നമ്മൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. പക്ഷെ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് നസാറാക്കൾ അവർ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ശരി, ആരെങ്കിലും പറയുമോ നസാറാക്കൾ പറയുന്ന ഈസാ നബി വേറെ, നമ്മൾ പറയുന്ന ഈസാ നബി വേറെയാണെന്ന് പറയുമോ? ഇല്ല, രണ്ടുപേരും പറയുന്ന ഈസാ നബി ഒരേ ഈസാ നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അവർക്ക് ഈസാ നബിയെ കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. നമ്മൾ ഈസാ നബിയെ കുറിച്ച് പറയുന്നത് ശരിയായ വിശ്വാസമാണ്. ഉസൈറിനെ കുറിച്ച്, മൂസയെ കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അവർ വേറെ മൂസയും വേറെ ഉസൈറിനെയാണ് പറഞ്ഞതെന്നാണോ? അല്ല, അവർ പറയുന്ന മൂസയും ഉസൈറും ഒരേ മൂസയും ഉസൈറുമാണ്. പക്ഷെ ആ മൂസയെക്കുറിച്ചും ഉസൈറിനെ കുറിച്ചും അവർക്ക് തെറ്റായ വിശ്വാസമുണ്ട്. ഇതേപോലെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണോ അവനിൽ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതാ ബദരീങ്ങൾക്ക് ഇന്ന കഴിവ് കൊടുത്തിരിക്കുന്നു, ഉഹദീങ്ങൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ശുഫാക്കൾ വേണം. അവരില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. തവസ്സുലാക്കാതെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രസംഗിച്ചതുപോലെ അള്ളാഹു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് പറയാൻ തന്നെ പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണ്? അള്ളാഹു എന്നാൽ ട്രാൻസ്ഫോമർ പോലെയാണ്. വീട്ടിലേക്ക് കറണ്ട് എടുക്കുമ്പോൾ നേരെ ട്രാൻസ്ഫോമറിൽ കുത്താൻ പറ്റില്ല, മറിച്ച് പോസ്റ്റ് വേണം. നിങ്ങൾ നാട്ടിൽ പ്രസംഗിച്ച കാര്യമാണ്. നോക്കൂ, കാന്തപുരം പറയുന്ന അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. പക്ഷെ കാന്തപുരത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്കുള്ള വിശ്വാസമല്ല. ഇതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹു തന്നെയാണ്. പക്ഷെ അവർക്കുണ്ടായിരുന്ന വിശ്വാസം തെറ്റാണ്, മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം ശരിയാണ്. അപ്പോൾ ലബ്ബൈക ലാ ശരീക ലക് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് പറയും, വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തണം, ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയാൻ പാടില്ല. എന്നാൽ അവരവിടെ നിർത്തുമായിരുന്നില്ല. ഫയഖൂലൂൻ, പക്ഷെ അവർ തുടരും, ഇല്ലാ ശരീകൻ, അള്ളാഹു നിനക്ക് ഒരു പങ്കാളിയുണ്ട്, വഹുവ ലക, ആ പങ്കാളി അള്ളാഹുവെ നിന്റേതാണ്, നീയാണ് ആ പങ്കാളിയുടെ ഉടമസ്ഥൻ. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബലിനെയും ഇസാഫിനെയും നായിലയെയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എല്ലാവരെയും ഉടമപ്പെടുത്തുന്നത് അള്ളാഹു നീയാണ്. ഹുവ ലക തംലികുഹു വമാ മലക, ആ പങ്കാളിയെയും അവൻ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയുമെല്ലാം അള്ളാഹുവെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് പറയുക? അതേ വർത്തമാനമാണ്. ഖലീൽ ബുഖാരിയുടെ പ്രസംഗം എടുത്താൽ കാണാം, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. പക്ഷേ അതേ പക്ഷയാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. അതേ പക്ഷയാണ്. ആ പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മളും പറയട്ടെ, വൈലക്കും ഖദ് ഖദ്, അവിടെ നിങ്ങൾ നിർത്ത്. അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിർത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നതിലേക്ക് നിങ്ങൾ വാ.
എങ്കിൽ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥകൾ, വയറുവേദന, മറ്റു വേദന വരുമ്പോ ജമ്മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട്. നിങ്ങളും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. മേന്ന് വിളിക്കാറില്ലേ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഭൗതിക കഴിവല്ലേ, ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം, ഇവിടെ അഭൗതിക കഴിവാണ്. അല്ലേ, ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഉമ്മാന്ന് വിളിക്കലില്ലേ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഞാൻ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ബാലിശമായ വാദമാണിത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബദരീങ്ങളെ എന്റെ അസുഖം മാറ്റണേ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ? ബദരീങ്ങൾ എന്റെ വിളി കേൾക്കും. ഒരാൾ ഗൾഫിൽ താമസിക്കാൻ വയറുവേദന വന്നു, ഉമ്മാഹ വല്ലാത്ത വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്നത് നാട്ടിലുള്ള ഉമ്മ എന്റെ വിളി കേൾക്കുമെന്നാണോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബദരീങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ വിശ്വസിക്കുന്നത് ബദരീങ്ങൾക്ക് എന്റെ അസുഖം മാറ്റാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. വയറുവേദന വന്ന ഒരാൾ എന്റെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അയാൾ വിശ്വസിക്കുന്നത് ഉമ്മാക്ക് എന്റെ വയറുവേദന അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും എന്നാണോ? അങ്ങനെയാണോ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണോ ഏതെങ്കിലും ഒരാൾ എന്റെ ഉമ്മ എന്ന് വിളിക്കുന്നത്? രണ്ടും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് അല്ലെ? ഇസ്ലാമിൽ പൊതുവെ പറയാറുണ്ട് ഖിയാസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതൊരു കോമൺ സെൻസാണ്, സാമാന്യ ബുദ്ധി എന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടും തമ്മിൽ ഒരു സമാനത വേണ്ടേ? ഇതും അതും ഒരേപോലെയാണെന്ന് പറയാൻ സാധിക്കണ്ടേ? എന്റെ ഉമ്മ എന്ന് വിളിക്കുന്നതും ബദരീങ്ങളെ എന്ന് നിങ്ങൾ ഇങ്ങനെ ആർത്തലച്ച് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട്. എന്റെ ഉമ്മ എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിലുള്ള ചിന്തയും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ള ചിന്തയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. തലവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വാദമാണിത്. ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത്, ശിർക്ക് എപ്പോഴും സഹോദരങ്ങളെ ദുർബലമാണ്, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനുള്ള ന്യായങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതൻ ഫഇന്ന അഹ്വനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എട്ടുകാലിയുടെ വല പോലെയാണ്. അതൊരു വീടുണ്ടാക്കി, ഏറ്റവും ദുർബലമായ വീട് ആ വീടാണ്. കൈകൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ അത് പോകും. ഇതേപോലെയാണ് ശിർക്കിന്റെ ന്യായങ്ങൾ. ഒരാൾ ചിന്തിച്ചൊരു ബുദ്ധിയുള്ള ഒരാൾ, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ബദരീങ്ങളെന്ന് വിളിക്കുന്നതും ഉമ്മാന്ന് വിളിക്കുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. പിന്നെ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിത്സ അദ്ദേഹത്തിന് അഭൗതിക കഴിവാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഭൗതിക കഴിവല്ലേ? ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിന്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? നോക്കൂ, പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഒരു ഡോക്ടറോട് നമ്മൾ അസുഖം മാറ്റിത്തരാൻ വേണ്ടി പറയാറില്ലേ? ഇപ്പൊ ഹാർട്ടിന് അസുഖമുള്ള ഒരാൾ ഹാർട്ട് ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അത് ചികിത്സിക്കാൻ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്കത് കൊടുത്ത കഴിവുണ്ട്, ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിവുണ്ട്. അതേപോലെയാണ് ബദരീങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ഡോക്ടർ മരിച്ചിട്ടില്ല, ബദരീങ്ങൾ മരിച്ചിട്ടുണ്ട്. എത്ര വലിയ വ്യത്യാസമാണത്. നിങ്ങൾ എന്താണ് ഈ മരിച്ച ആളെയും ജീവിച്ചിരിക്കുന്ന ആളെയും നിങ്ങൾ ഒരുപോലെയാക്കുന്നത്? ദുനിയാവിൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യന്റെ അരികിൽ ഏതൊരു ഖിയാസിലും ഇത് രണ്ടും വേർതിരിഞ്ഞ കാര്യമാണ്. 5 നേരം നിസ്കരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ആരോടെ പഠിപ്പിക്കല്? ജീവനുള്ള ആളോടെ പഠിപ്പിക്കല്. മരിച്ച ആളോട് അടുത്ത് വരുന്നത്, ഇനി 5 നേരം നിസ്കരിക്കണേ, ഖബറിലേക്കാണ് പോകുന്നത്, അപ്പൊ 5 നേരം നിസ്കാരം മുടക്കാതെ ചെയ്യണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ? എന്താ പറയാത്തത്? അല്ല, മരിച്ചു കഴിഞ്ഞു, ഇനി അയാൾക്ക് അമലില്ല. അതൊക്കറിയാം. സാധാരണ മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആളും വ്യത്യാസമുണ്ട്. മരിച്ച ആളോട് നമ്മൾ ആരെങ്കിലും പറയുമോ ഇനി സക്കാത്തൊന്നും മുടക്കാതെ കൊടുക്കണേ, അനന്തര സ്വത്ത് കൊടുത്ത് പൈസ ഒന്നും ഇല്ലെങ്കിലും ഖബറിൽ പോയിട്ട് എന്തെങ്കിലും പൈസ കിട്ടിയാൽ അതിന്റെ സക്കാത്തൊക്കെ കൊടുക്കണം എന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട് പറയാത്തത്? മരിച്ച ആൾക്ക് ഇനി അമലില്ല, അയാൾ അമൽ കഴിഞ്ഞു. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമല് അതോടുകൂടി മുറിഞ്ഞുപോയി, ഇനി അമലില്ല. ഇദ്ദേഹം തന്നെ അതിൽ ഏതൊക്കെയോ ഡോക്ടർമാരുടെ പേര് പറയുന്നുണ്ട്. കോഴിക്കോടുള്ള ഡോക്ടർ, ആഫ്രിക്കയിലുള്ള ഡോക്ടർ. ശരി, കോഴിക്കോടും ആഫ്രിക്കയിലുള്ള ഡോക്ടർ മരിച്ചല്ലോ. ഏതെങ്കിലും മനുഷ്യൻ ബുദ്ധിയുള്ള ഒരാൾ പോയിട്ട്, ഡോക്ടറെ നിങ്ങൾ നല്ല ചികിത്സിച്ചിരുന്ന ഒരാളാണല്ലോ, എനിക്കിത് ഇപ്പൊ ഹാർട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഇതിന്റെ ചികിത്സ പറഞ്ഞു തരണം എന്ന് ഏതെങ്കിലും ഒരാൾ ഡോക്ടറോട് പറയാറുണ്ടോ? മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ, ഏതെങ്കിലും ഒരു ഡോക്ടറോട് നിങ്ങൾ പറയാറുണ്ടോ? അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം, ഒരാൾ ജീവിച്ചിരിക്കുന്ന ആൾ, മറ്റൊരാൾ മരിച്ച ആളാണ്. അത് പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ദുനിയാവിൽ ഏതൊരു മനുഷ്യന്റെ അരികിലും ഖിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, താരതമ്യം ചെയ്യാന്നുള്ളത്. ഏതൊരാളുടെ അരികിലും ഈ താരതമ്യം വേറിട്ട് നിൽക്കുന്ന, ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഏതെങ്കിലും ആൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്തേ പോയിട്ട് സലാം പറയാത്തത്?
മരിച്ച ആൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും നിങ്ങളുടെ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അസ്സലാമു അലൈക്കും, സ്വന്തം അല്ലേ മരിച്ചില്ലേ, എന്താ വിശേഷം എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. വേറെ മരിച്ച ആൾക്ക് സംസാരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം, അയാൾ കേൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും തമ്മിൽ ഒരുപോലെയല്ല, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അതൊരു ഉപമയായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചുപോയവനും സമമാവുമോ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം, ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരാൾ മരിച്ച ആളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ബോധ്യപ്പെട്ടത്? നമുക്കറിയാം, അയാളെ ചികിത്സിക്കാൻ പോയ ആൾക്കാർ പറഞ്ഞു, അയാളെ മരുന്ന് കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ അള്ളാഹു അയാളെ രോഗം മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അയാൾ ഡോക്ടറാണ്, ഇയാൾ പഠിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ വൈദ്യനാണെന്ന് അറിയപ്പെട്ടില്ല, പല കാരണങ്ങളുണ്ട്. പൊതുവെ കിതാബുകളിൽ ഖദറൻ, ഭൗതികമായി ഇയാൾക്ക് ഈ കഴിവുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾക്ക് കഴിവുണ്ട്. ലോകത്തുള്ള എല്ലാവരോടും പോയി നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല. ഡോക്ടറാണെന്ന് അറിയപ്പെട്ട ആളോടെ ചോദിക്കാറുള്ളൂ. ബദരീങ്ങളെ, നിങ്ങൾ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ ബദരീങ്ങൾക്ക് അസുഖം മാറ്റാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടെയാണ് ലഭിച്ചത്? രണ്ടാമത്തെ കാര്യം അതാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ബദരീങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കഴിവുകൾ ആര് കൊടുത്തു? അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് അവർക്ക് ഈ കഴിവുണ്ട് എന്ന്? രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, ഡോക്ടറോട് ഒരാൾ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ചോദിക്കുന്നത് ഡോക്ടറുടെ മുന്നിൽ പോയിട്ടാണ്, അല്ലെങ്കിൽ ഫോണിലൂടെ ഡോക്ടർ കേൾക്കുന്ന രൂപത്തിലാണ്. ഡോക്ടർ മുന്നിൽ ചെന്ന് ഡോക്ടറെ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് ഡോക്ടറെ എൻ്റെ അസുഖം മാറ്റണേ എന്ന് ഡോക്ടർ കോഴിക്കോടും രോഗി തിരുവനന്തപുരത്തുള്ള സമയത്ത് പറയാറുണ്ടോ? അല്ല, ഫോണെടുത്തോ മറ്റോ പറഞ്ഞാലല്ലാതെ. അപ്പോൾ ഡോക്ടർ ദൂരത്താണെങ്കിൽ, കേൾക്കാവുന്ന പരിധിയിലല്ലെങ്കിൽ ഒരു മനുഷ്യനും ഡോക്ടറോട് സഹായം ചോദിക്കാറില്ല. നിങ്ങൾ കേരളത്തിലിരുന്ന് മക്കയിലും മദീനയിലും മറമാടപ്പെട്ട ബദരീങ്ങളെ വിളിച്ചു തേടുന്നു. അവരെവിടെ കിടക്കും? നിങ്ങൾ എവിടെ കിടക്കുന്നു? ഒരു ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലുള്ള കാര്യം ഞാൻ അത് പറയുന്നത്. മരിച്ചതിന് ശേഷമുള്ള കാര്യം വേറെ തന്നെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും ഇങ്ങനെ തേടിയിട്ടില്ല. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഈ മൂന്ന് വ്യത്യാസങ്ങൾ നോക്കൂ നിങ്ങൾ. ഡോക്ടർ ജീവിച്ചിരിക്കുന്നുണ്ട്, ബദരീങ്ങൾ മരിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് രോഗം ചികിത്സിക്കാൻ അയാളത് പഠിച്ചിട്ടുണ്ട്. ബദരീങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ നിങ്ങൾ ഇനി ചോദിക്കാത്ത കാര്യങ്ങളില്ല. രോഗം മാറ്റാനും കാവൽ നൽകാനും വിസ ശരിയാക്കാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ബദരീങ്ങളെ വിളിക്കാറുണ്ട്. ഈ പറഞ്ഞ കഴിവുകളൊക്കെ ബദരീങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല. 3, ഡോക്ടറെ നിങ്ങൾ വിളിക്കുന്ന അയാൾ കേൾക്കുന്ന സ്ഥലത്തെത്തിയാലാണ്. ബദരീങ്ങളെ നിങ്ങൾ വിളിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? അവർ മരിച്ചതിന് ശേഷമാണ്. നിങ്ങൾ എവിടെയോ നിൽക്കുന്നു, ബദരീങ്ങൾ വേറെ എവിടെയോ ആണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു തേടുന്നത്. ഇത് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്. വലിയ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളുടെ വാക്കാണിപ്പോൾ ഇത്. അപ്പോൾ പിന്നെ താഴെയുള്ള ആളുകളുടെ ന്യായം എത്ര ദുർബലമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെളിവ് പറയുമ്പോൾ ഉപ്പരൻ്റെ പറയുന്നത് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരിക്കുമല്ലോ അപ്പോൾ ഇത്. ഈ തെളിവിൻ്റെ കോലമാണിതെങ്കിൽ മറ്റുള്ള തെളിവുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക.